നമുക്കിന്ന് ബ്രെഡ് ഉപയോഗിച്ച് ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയാക്കാം. സാധാരണ നമ്മൾ സാൻഡ്വിച്ച് റെഡിയാക്കുമ്പോൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയോ ഗ്രില്ല് ചെയ്തെടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്ന രീതിയിൽ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. സാൻഡ്വിച്ച് ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിലുള്ള ഫില്ലിംഗ് നമുക്ക് വ്യത്യസ്തമായിട്ട് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഏത് വേണമെങ്കിലും ഒഴിവാക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണോ ആഡ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെയാണോ ഒഴിവാക്കാൻ പറ്റുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കുന്നത് നോക്കാം. പിന്നെ പിസ്സ ടോപ്പിംഗ് അല്ലെങ്കിൽ പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം കേട്ടോ. ആ ഒരു കാര്യം മാത്രമേ ഇതിൽ നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇല്ലാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുള്ളൂ. അത് മാത്രം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, തക്കാളി, ക്യാപ്സിക്കം. അത് നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ പനീറിന് പകരമായിട്ട് കോളിഫ്ലവർ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ, ഇപ്പോൾ നോൺ വെജ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം. പൊട്ടറ്റോ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പനീറിന് പകരമായിട്ട് പൊട്ടറ്റോ ആഡ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വ്യത്യാസം വരുത്താവുന്നതേ ഉള്ളൂ. ഇതൊരു ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രം. കോളിഫ്ലവറും ചിക്കനും പൊട്ടറ്റോയും ഒക്കെ ആദ്യം നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 50 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. അതെല്ലാവർക്കും അറിയാം, സാൻഡ്വിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബ്രെഡ് വേണം എന്നുള്ളത്. ഇതെല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് നമുക്കെല്ലാം ചേർത്ത് ഒറ്റ മിക്സിങ്, അപ്പോൾ എളുപ്പം ജോലികളൊക്കെ കഴിയും. ഞാനിപ്പോൾ ഒരു സവോളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോളയുടെ പകുതി, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി. കുട്ടികൾക്കാണെങ്കിലും കാണുമ്പോൾ വളരെ കളർഫുൾ ആയിട്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ചീസ്, ഇത് മൊസറല്ല ചീസാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒറിഗാനോയാണ്. എന്താണെന്ന് വെച്ചാൽ കിച്ചസിന് ഒറിഗാനോയുടെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ചേർത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇറ്റാലിയൻ ഹെർബ്സ് ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് കുട്ടികൾക്ക് എരിവ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുരുമുളക് പൊടി ചേർക്കുക. എരിവ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊരു 1/4 ടീസ്പൂണൊക്കെ മതി. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചീസിൽ ഉപ്പൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ പിസ്സ സോസ് ഉണ്ടല്ലോ, പിസ്സ സോസാണ്. അപ്പോൾ പിസ്സ സോസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആണ്. പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിസ്സ ഫ്ലേവർ കിട്ടാൻ വേണ്ടി പിസ്സ സോസ് ആഡ് ചെയ്യാമെന്ന് മാത്രം. കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റിയ റെസിപ്പിയാണിത്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ മിക്ക വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ക്യാപ്സിക്കം ചീസൊക്കെ മിക്കവാറും ഉണ്ടാവും. ഈ പിസ്സ സോസ് പോലെയുള്ള സോസുകളൊക്കെയാണ് നമ്മളെപ്പോഴും വീട്ടിൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാത്തത്. അപ്പോൾ ഇടയ്ക്ക് പിസ്സ സോസ് ഉണ്ടാക്കി വയ്ക്കാം നമുക്ക്, അല്ലെങ്കിൽ പിസ്സ സോസ് വാങ്ങിച്ച് വയ്ക്കാം. ഇതുപോലെ വല്ലപ്പോഴൊക്കെ വെറൈറ്റി ആയിട്ട് സ്നാക്സൊക്കെ റെഡിയാക്കാം. അല്ലെങ്കിൽ ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് സമയം എടുക്കും ലഞ്ച് റെഡിയാക്കി വരുമ്പോൾ. ഞാനിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്.
അപ്പോൾ കണ്ടില്ലേ, നല്ല കളർഫുൾ അല്ലേ? പിന്നെ കുറച്ചുകൂടി കളർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കി. പക്ഷെ എനിക്ക് ആ മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കാം എന്നൊരു ഓപ്ഷൻ പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിലും ബെറ്റർ നമ്മുടെ ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മിക്സ് റെഡിയായി, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ഇപ്പോൾ നമുക്ക് ട്രയാങ്കിളായിട്ടോ സ്ക്വയറായിട്ടോ എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ അതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്ക്വയറായിട്ടോ എങ്ങനെയാണോ നമുക്ക് സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ അധികം തിക്കായിട്ട് വയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ സാൻഡ്വിച്ചായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അധികം തിക്കാവണ്ടെന്ന് പറഞ്ഞത്. അത് ഓപ്ഷണലാണ് കേട്ടോ, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ബ്രെഡും മുട്ടയും എല്ലാം ചേർന്ന് വരുമ്പോൾ. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ബ്രെഡ് സ്ലൈസ് കൊണ്ട് ഇതിനെ അങ്ങ് കവർ ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് ഓപ്പണായി പോവാതിരിക്കാനായിട്ട്. എല്ലാ സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. കുട്ടികൾക്കാണെങ്കിലും വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷനിലാണ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളിതാ ബ്രെഡെല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഈ രീതിയിൽ മാത്രം നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാനിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഏതാണോ താല്പര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി എരിവിന് ആവശ്യമാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ കോട്ടിങ് വരുമ്പോൾ ആ കുരുമുളക് പൊടിയുടെ ചെറിയ കുത്തുകൾ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഈ ബ്രെഡെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് വളരെ കുറച്ച് മതി. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് മുട്ടയിൽ ജസ്റ്റ് എല്ലാ സൈഡും കവർ ആവുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്യാം. ഈ സൈഡ്സ് ആണ് മെയിനായിട്ട് കവർ ആവേണ്ടത്. അതിനുശേഷം ടോപ്പും ബോട്ടവും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക കേട്ടോ, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. നമ്മളൊന്ന് മുട്ടയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്യുക. സൈഡ്സ് ആദ്യം ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ ടോപ്പും ബോട്ടവും കൂടി ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച ബ്രെഡ് ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് അടുത്ത സൈഡിലേക്കും തിരിച്ചിടാം. കണ്ടോ, നമ്മൾ ആ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കളറായിരിക്കില്ല, കുറച്ച് ബ്ലാക്ക് ഡോട്ട്സും കൂടി വരും. ഇതാകുമ്പോൾ ആ മുട്ടയുടെ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും തിരിച്ചു വയ്ക്കാം. ഇത്രയും മതി കേട്ടോ, ഒരുപാട് അങ്ങ് ഡാർക്കായി പോകണ്ട. അടുത്ത സൈഡും ഈ ഒരു ഷെയ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം, ചൂടോടുകൂടി കഴിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ സാൻഡ്വിച്ചിൻ്റെ പരിപാടി. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചീസ് മെൽറ്റ് ആവില്ല. ചീസ് നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന ആ ഒരു ഇതുണ്ടാവുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ ചീസ് മെൽറ്റായി വരുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ആ മെൽറ്റഡ് ചീസ് കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ അടുത്ത സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുക്ക് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ.
ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് എടുത്തു കഴിഞ്ഞിട്ട് സെക്കൻഡ് ബാച്ചും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രെഡ് മുഴുവനും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ മുട്ടയിൽ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, എല്ലാ സൈഡും ഒരേപോലെ മുട്ടയുടെ കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴോ ഇല്ലെങ്കിൽ ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിലോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുക. കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലെല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. പിന്നെ ഫില്ലിംഗ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫില്ല് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിംഗ് അല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഫില്ലിങ്ങുകളും നിങ്ങൾക്ക് മാറ്റി മാറ്റി ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരേ രീതിയിൽ തന്നെ എപ്പോഴും ചെയ്യണ്ടല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ മാറ്റി മാറ്റി ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി കുട്ടികൾക്കും കൊടുത്തുവിടാം, വീട്ടിലെല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കാണണ്ടേ. ഒരു സാൻഡ്വിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇൻസൈഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഈ സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇവിടെ നല്ല സോഫ്റ്റാണ്, ഇൻസൈഡ് സോഫ്റ്റാണ്. പുറമെ ആ ഒരു മുട്ടയുടെ കോട്ടിംഗ് ഉള്ളതിൻ്റെ ചെറിയൊരു ബലമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.